ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് തഖ്വയോടുകൂടി സത്യവിശ്വാസികളായി ജീവിക്കണമെന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. നാം നമ്മുടേത് എന്ന് കരുതുന്ന ഒന്നും തന്നെ നമ്മുടേതല്ല. ഇതൊക്കെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വരദാനമാണ്, അവൻ്റെ അനുഗ്രഹമാണ്. നാം ഉപയോഗിക്കുന്ന നമ്മുടെ അവയവങ്ങളാകട്ടെ, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളാകട്ടെ, അതൊക്കെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി പടച്ചവൻ നമുക്ക് കനിഞ്ഞരുളിയതാണ്. അതുകൊണ്ടാണ് കൈയുള്ള എല്ലാവർക്കും കൈ ചലിപ്പിക്കാൻ സാധിക്കാത്തത്. നമ്മൾ കൈ ചലിപ്പിക്കുന്നുണ്ട്, കാലുകൊണ്ട് നടക്കുന്നുണ്ട്, എന്നാൽ കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്ത, കൈ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത പലരും നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടാണത്? കൈ നമ്മുടേതല്ല. അത് ചലിക്കണമെങ്കിൽ, അനങ്ങണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകണം. കാല്, അതുകൊണ്ട് നമുക്ക് നടക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. നമ്മുടേതാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം അത് ചലിപ്പിക്കാനും ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണമായിരുന്നു. നമ്മുടേതല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെതാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈ, കാല് തുടങ്ങിയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയ റബ്ബ്, ആ റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, കുറ്റങ്ങൾ, കുറവുകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. സാലിഹീങ്ങളായി ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക്, നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായങ്ങളും നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു വിശ്വാസികളായ അല്ലെങ്കിൽ മനുഷ്യരായ നമ്മ ഓരോരുത്തർക്കും നൽകിയ മഹത്തായ അനുഗ്രഹം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിബിധങ്ങളോട് വിശ്വാസി എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ട ബാധ്യതകൾ, നമ്മൾ പൂർത്തിയാക്കേണ്ട കടമകൾ, അവിഷയകമായാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, പകർന്നു തന്നിട്ടുള്ള ദീൻ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ദഅവത്ത് എന്നുള്ള കർമ്മം അത് ഓരോരുത്തർക്കും വ്യക്തിപരമായി നിർബന്ധമാണ് എന്നുള്ള സൂചനയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന, നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നിർബന്ധിതരാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കാൽ കീഴിലുണ്ടായ ഒരാൾ നരകത്തിലേക്ക് പോകുന്നതിൽ നാമും കുറ്റക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയാൾക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, അയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, അതറിയാതെ നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ഒരാള് നരകത്തിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള തെറ്റ്, കുറ്റം നമ്മുടേത് കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിലൊക്കെയും സൂചിപ്പിച്ചതാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് എന്നിൽ നിന്നും ഒരു ഗുണപാഠം
എന്നിൽ നിന്നുമുള്ള ഒരു ജീവിത പാഠം നിങ്ങൾ പറഞ്ഞു കൊടുക്കണമേ. അങ്ങനെ കൊടുക്കാതെ, അങ്ങനെ പകർന്നു കൊടുക്കാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഉണർത്തുന്നുണ്ട്. ദഅവത്തുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഖുതുബയുടെ ആമുഖത്തിൽ നമ്മൾ പാരായണം ചെയ്തത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടുകൂടി, സതുപദേശത്തോടുകൂടി ദീനിലേക്ക് ആൾക്കാരെ നിങ്ങൾ ക്ഷണിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ഇസ്ലാമിന്റെ ആദർശം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദഅവത്ത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഹിക്മത്താണ്, മറ്റൊന്ന് അത് മൗഇദത്തുൽ ഹസനയായി മാറണം. എന്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ? പൊതുവെ നമ്മൾ യുക്തി എന്നാണ് അതിനർത്ഥം വെക്കാറുള്ളത്. ഹിക്മത്ത് എന്നാൽ തഫ്സീർ ചെയ്യുന്ന ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവസരോചിതമായി നാം സന്ദർഭങ്ങളെ വിലയിരുത്തുന്നതിനാണ്, ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നമുക്ക് നൽകേണ്ടതാണ്. യുക്തിൽ ഹിക്മത മയ്യശ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം അള്ളാഹു നൽകുന്നത്. അഥവാ ഒരു സന്ദർഭത്തെ മനസ്സിലാക്കാൻ, ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ, തെറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ടാണോ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത്, അതല്ല ശബ്ദം താഴ്ത്തിക്കൊണ്ടാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്, ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും അത് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദഅവത്ത് ചെയ്യുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അത്തരണത്തിൽ ഹിക്മത്തോടുകൂടി ആൾക്കാരെ ദീനിലേക്ക് നിങ്ങൾ ക്ഷണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തുകയാണ്. അഥവാ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ശബ്ദം ഉയർത്തേണ്ടി വരും, ചില സന്ദർഭങ്ങളിൽ ശബ്ദം നമ്മൾ താഴ്ത്തേണ്ടി വരും. ചിലപ്പോൾ ഒരു തെറ്റിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് പടിപടിയായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി പെരുമാറുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിനു മുന്നേ വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ ജീവിതവും നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിക്മത്ത് എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും വലിയ പാഠമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യം, അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്ന ജനത തീർത്തും വിഗ്രഹാരാധനയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു. വസ്തുക്കളെ, സൃഷ്ടികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത. ആ ജനതയിൽ സൃഷ്ടികളുടെ ദൗർബല്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ദഅവത്തുകളുടെ വളരെ രസകരമായിട്ടുള്ള രൂപം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു രാത്രി ചന്ദ്രനും സൂര്യനും ഒക്കെ, ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മാനത്ത് നോക്കിക്കൊണ്ട് ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു സദസ്സാണ്. സൂറത്തുൽ അൻആമിൽ സവിസ്തരം നമുക്ക് ആ രംഗം വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രൻ അതെത്ര മനോഹരമാണ്, നമ്മളെക്കാളും ഉയരത്തിലാണ് ആ ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് ആ ചന്ദ്രനെയാണ് ഞാൻ ഇനി ആരാധിക്കുന്നത്. ജനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ, സൂര്യൻ പുറത്തേക്ക് വന്നപ്പോൾ ഇബ്രാഹിം നബി പറയുകയാണ്, ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു ചന്ദ്രന് എന്റെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുക? അതുകൊണ്ട് ചന്ദ്രനെ ഞാൻ ആരാധിക്കുകയില്ല. നക്ഷത്രത്തെയും നോക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഉദിച്ചുയർന്നു നിൽക്കുന്ന, വെളിച്ചം നൽകുന്ന ആ നക്ഷത്രത്തെ ഞാൻ ആരാധിക്കുന്നു. പക്ഷേ ചന്ദ്രന്റെ പ്രഭയിൽ നക്ഷത്രം ഇല്ലാതായി പോയപ്പോൾ, നക്ഷത്രത്തെ കാണാതായി പോയപ്പോൾ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഇങ്ങനെ അസ്തമിക്കുന്ന നക്ഷത്രത്തെയും ചന്ദ്രനെയും ഞാൻ എങ്ങനെ ആരാധിക്കാനാണ്? കാരണം രാവിലെ ആയിക്കഴിഞ്ഞാൽ മാനത്ത് നോക്കുമ്പോൾ ചന്ദ്രനെ കാണുന്നില്ല, നക്ഷത്രത്തെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പറയും? അതുകൊണ്ട് അതിനേക്കാളൊക്കെ ശക്തമായി തിളങ്ങി നിൽക്കുന്ന സൂര്യനെ ഇനി മുതൽ ഞാൻ ആരാധിക്കുകയാണ്. സൂര്യനെ ആരാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സൂര്യൻ വരുമ്പോഴാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അപ്രത്യക്ഷമാകുന്നത്. ഹാദാ അക്ബർ, ഈ സൂര്യനാണ് മറ്റുള്ളതിനേക്കാളൊക്കെയും വലുത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ സൂര്യനെ ആരാധിക്കും. ജനങ്ങൾ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ സൂര്യനും വൈകുന്നേരമായപ്പോൾ അതും അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അസ്തമിച്ചു
അസ്തമിച്ചു പോകുന്ന, രാവിലെ ആകുമ്പോൾ ചിലത് കാണുന്നു, രാത്രിയാകുമ്പോൾ ചിലതിനെ കാണുന്നില്ല, ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിയെ ഞാൻ എങ്ങനെ ആരാധിക്കാനാണ്? ഞാൻ ആരാധിക്കേണ്ടത് എന്നെന്നും നിലനിൽക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത, എപ്പോഴും നമുക്ക് ബന്ധപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു ശക്തിയെ ആയിരിക്കണം. പിന്നീട് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഈ ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയിലുള്ള ആകാശത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സംരക്ഷിക്കുന്ന, സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനതയ്ക്ക് സൃഷ്ടി ആരാധനയിൽ നിന്നും സ്രഷ്ടാവിലേക്കുള്ള ആരാധനയിലേക്ക് അവരെ ക്ഷണിക്കുന്നതായ വളരെ രസകരമായിട്ടുള്ള ഒരു ദഅവത്തിന്റെ രംഗം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഹിക്മത്ത് എന്താണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പല ആവർത്തി ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിർ വലാ യുഗ്നി അൻക ശൈഅ. നിങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, നിങ്ങൾ വിളിച്ചാൽ കേൾക്കാത്ത, ഉത്തരം നൽകാൻ കഴിയാത്ത ആൾക്കാരെ എന്തിനാണ് നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ ആരാധന ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവര് വിഗ്രഹാരാധന തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ഉത്സവ ദിവസം മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയ നാട്ടുകാർ തനിക്ക് രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി നാട്ടിൽ തന്നെ നിന്നു. ആരുമില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അമ്പലത്തിൽ കയറിക്കൊണ്ട് മുഴുവൻ വിഗ്രഹങ്ങളെയും അദ്ദേഹം തച്ചുടച്ചു. ഒരൊറ്റ വലിയ വിഗ്രഹത്തെ മാത്രം ബാക്കിയാക്കി അതിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടു. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വന്ന് അമ്പലത്തിൽ കയറിയ ഭക്തന്മാര് കാണുന്നത് എല്ലാ വിഗ്രഹങ്ങളും തച്ചുടക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ വിഗ്രഹം മാത്രമാണ് ബാക്കിയായത്, അതിന്റെ കഴുത്തിൽ കോടാലിയുണ്ട്. ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വിഗ്രഹാരാധനയെ നിശിതമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ നമ്മളല്ലാതെ വേറൊരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, അത് ഇബ്രാഹിം നബിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി തന്നെ ആയിരിക്കണം ഇത് ചെയ്തത് എന്ന് നാട്ടുകാര് പറയുന്നു. ഇബ്രാഹിം നബിയെ സദസ്സിലേക്ക് കൊണ്ടുവന്ന് വിചാരണ ആരംഭിക്കുന്നു. താങ്കളല്ലേ ഈ വിഗ്രഹത്തെയൊക്കെയും തച്ചുടച്ചത്? ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തിനാണ് സംശയിക്കുന്നത്? കാണുന്നില്ലേ, വലിയ വിഗ്രഹം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്, ബാക്കിയൊക്കെയും തച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ആ വിഗ്രഹത്തിന്റെ കഴുത്തിലാണെങ്കിൽ കോടാലിയും തൂക്കിയിടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയാലോ, ആ വലിയ വിഗ്രഹമാണ് ചെറിയ വിഗ്രഹങ്ങളെയൊക്കെയും നശിപ്പിച്ചത്. നാട്ടുകാരൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ടല്ല, നിങ്ങൾ ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? ഒന്ന് അനങ്ങാൻ കഴിയാത്ത ഈ വിഗ്രഹം എങ്ങനെയാണ് കോടാലി എടുത്തുകൊണ്ട് ബാക്കിയുള്ള വിഗ്രഹങ്ങളെയൊക്കെ തകർക്കുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, അത് തന്നെയല്ലേ നാട്ടുകാരെ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഈ വിഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? ആ വിഡ്ഢിത്തം നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി ഞാൻ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണിതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറയുന്നുണ്ട്. ഹിക്മത്ത് എന്താണ് എന്ന് ഇബ്രാഹിം നബിയുടെ പ്രബോധന മേഖലയിൽ കൂടി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവസരങ്ങൾ നമ്മൾ നോക്കുക, സാഹചര്യം എന്താണ് എന്ന് നോക്കുക. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആൾക്കാർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല വളരെ ബുദ്ധിയുള്ള മനുഷ്യനാണ്. നമ്മളൊക്കെയും ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്ന് നിലവിൽ യുക്തിവാദികളൊക്കെ ഉല്ലസിക്കുന്നത് പോലെ, യുക്തിവാദികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അബൂ ഹനീഫ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലും യുക്തിവാദികൾ ഉണ്ടായിരുന്നു. ഈ ഭൂമിക്ക് അങ്ങനെ ഒരു സൃഷ്ടാവില്ല, ഭൂമി വെറുതെ അങ്ങനെ ഉണ്ടായതാണ്, മനുഷ്യരായ നമ്മളും അങ്ങനെ ഉണ്ടായതാണ്, നമ്മളൊക്കെയും അതേപോലെ തന്നെ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികൾ പലതരത്തിലുള്ള ദൈവമില്ല എന്നുള്ള വാദം അവർ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അങ്ങനെയാണെങ്കിൽ ജനമധ്യത്തിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും സാക്ഷികളാക്കിക്കൊണ്ട് ഒരു സംവാദവേദി നമുക്ക് തയ്യാറാക്കാം എന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ട് നമുക്ക് സംവാദം നടത്താം. യുക്തിവാദികൾ തയ്യാറായി, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയും തയ്യാറായി. കൃത്യമായിട്ടുള്ള സ്ഥലവും സമയവും നിശ്ചയിച്ചു. സമയത്തിനു മുന്നേ യുക്തിവാദികൾ സദസ്സിൽ എത്തിച്ചേർന്നു. എന്നാൽ അബൂ ഹനീഫ റഹിമഹുല്ല എത്താൻ വൈകി. നാട്ടുകാരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സംവാദത്തിന്. ദൈവമുണ്ട് എന്ന് പറയുന്ന അബൂ ഹനീഫ റഹിമഹുല്ല ഒരു ഭാഗത്ത്, ദൈവമില്ല എന്ന് പറയുന്ന യുക്തിവാദികൾ മറുഭാഗത്ത്. ആരുടെ വാദമാണ് ശരിയെന്നറിയാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തടിച്ചുകൂടിയതാണ്. അങ്ങനെ പക്ഷേ അബൂ ഹനീഫ റഹിമഹുല്ലയെ കാണാനില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യുക്തിവാദികളും പറഞ്ഞു വരത്താൻ വേണ്ടി തുടങ്ങി. പേടി കാരണം പറയാൻ അദ്ദേഹത്തിന് വാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ഇന്ന് സദസ്സിലേക്ക് അവർക്ക് അദ്ദേഹത്തിന് ഹാജരാകാൻ വേണ്ടി കഴിയില്ല. ജനങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളുടെ ഭാഗമാണ് ശരി. ഇങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുള്ള വാഗ്വാദങ്ങളൊക്കെ അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കയ്യിൽ ചെരുപ്പും പിടിച്ചുകൊണ്ട് അബൂ ഹനീഫ റഹിമഹുല്ല കടന്നു വരുന്നത്. ആ നാട്ടുകാരൻ യുക്തിവാദികളൊക്കെ ഒന്നടങ്കം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഭയമാണെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി നിന്നത്? അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നില്ല. എന്റെ വീട്ടിൽ നിന്നും ഈ ഒരു സദസ്സിലേക്ക് എനിക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു പുഴ
കടന്നിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. ഞാൻ സമയത്ത് തന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പുഴക്കടയിലെത്തി. പക്ഷെ പുഴക്കരയിൽ എന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തോണിയില്ല, തോണിക്കാരനൊന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ തോണിക്കാരനെയും കാത്തു നിന്നു. ആ സമയത്താണ് പുഴയരികിൽ ഉണ്ടായിരുന്ന വലിയൊരു മരം അതിങ്ങനെ പൊട്ടി വീഴുന്നു. പൊട്ടി വീഴുക എന്ന് മാത്രമല്ല, പിന്നീട് അത് സ്വന്തം ഒരു വഞ്ചിയായി മാറുന്നു. ആരും ഒന്നും ചെയ്യുന്നില്ല, സ്വമേധയാ അതൊരു വഞ്ചിയായി മാറുന്നു. ഞാൻ ആ വഞ്ചിയിൽ കയറി. പിന്നെ തുഴയണല്ലോ, പക്ഷെ എനിക്ക് തുഴയേണ്ടിയും വന്നില്ല. ഒന്നും ചെയ്യാത്തതിന് ആ വഞ്ചി ഇങ്ങനെ പുഴകളിൽ കടത്തിക്കൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചു. അങ്ങനെ ആ ഒരു തോണി ഉണ്ടാകാൻ എടുത്ത സമയമാണ് ഞാൻ വൈകിപ്പോയത്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പരിഹാസത്തോടു കൂടി ചോദിക്കാൻ വേണ്ടി തുടങ്ങി, താങ്കൾ പരാജിതനാണെങ്കിൽ അതിന് സമ്മതിച്ചുകൂടുവേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കടന്നുരുളുന്നത്? എങ്ങനെയാണ് ഒരാളുടെ കർമ്മമില്ലാതെ, ഒരാൾ പണിയെടുക്കാതെ ഒരു മരം അങ്ങനെ വീണുകൊണ്ട് സ്വമേധയ ഒരു തോണിയായി മാറിയിട്ട് താങ്കൾ ആ തോണിയിലും കയറി ഇങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. അബൂ ഹനീഫ റഹിമഹുള്ള പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംവാദം ഇവിടെ കഴിഞ്ഞു. ജനങ്ങളൊക്കെയും അമ്പരന്നു. പിന്നീടാണ് അവർക്ക് കാര്യം മനസ്സിലായത്. ഒരു തോണി പോലും സ്വമേധയ അങ്ങനെ മരം മുറിഞ്ഞുണ്ടാവില്ല എങ്കിൽ ഇത്രയും വലിയൊരു പ്രപഞ്ചം എങ്ങനെയാണ് സ്വന്തമായിട്ടുണ്ടായത്? ഒരു സൃഷ്ടാവില്ലാതെ, ഒരു കർത്താവില്ലാതെ ഈ ഭൂമിയിലുള്ള പ്രപഞ്ചങ്ങൾ എങ്ങനെയാണ് സ്വമേധയ ഉണ്ടായത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഒരാൾ വന്നിട്ട് തോണി സ്വമേധയായിട്ടുണ്ടായി, ഒരു തോണിക്കാരനില്ലാതെ അത് ഇങ്ങോട്ടേക്ക് നമ്മളെ കടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ് എന്ന നാട്ടുകാർക്ക് മനസ്സിലായി. ഹിക്മത്ത് എന്താണ് എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളിൽ നബി തങ്ങളുടെ അടുക്കലേക്ക് ഉപദേശവുമായി വരുന്ന ആൾക്കാരോട് പല രീതിയിലുള്ള ഉപദേശങ്ങളാണ് നടത്താറുള്ളത്. നബിയെ, എനിക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളും ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്? ഓരോരുത്തരും വരുമ്പോഴും അവരുടെ സാഹചര്യം എന്താണ്, അവരുടെ ജീവിത പശ്ചാത്തലം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. ദേഷ്യം കൂടുതലായി ഉണ്ടാവുന്ന മനുഷ്യരോടാണെങ്കിൽ നബി തങ്ങൾ പറയും, ലാ തഗ്ളബ്, നിങ്ങൾ കോപിക്കാൻ വേണ്ടി പാടില്ല. വീണ്ടും വീണ്ടും അയാൾ ആവർത്തിച്ചു ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മറുപടി പറയും, നിങ്ങൾ കോപിക്കാൻ വേണ്ടി പാടില്ല. അതേ അതേ ചോദ്യവുമായിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറലാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കർമ്മം. അതേ ചോദ്യവുമായിട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ മക്കളോട് നല്ല രീതിയിൽ പെരുമാറലാണ് ഏറ്റവും പുണ്യമായിട്ടുള്ള കർമ്മം. ഇങ്ങനെ നബി തങ്ങൾ ഓരോരുത്തരെയും കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ എടുത്ത ഒരു വിപ്ലവമുണ്ട്. ആ നാട്ടിലുള്ള ആൾക്കാരെ നമുക്കറിയാമല്ലോ, ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാലഘട്ടത്തെ നക്ഷത്ര തുല്യരായി പരിശുദ്ധ ഖുർആൻ മാറ്റിയത് 20-23 വർഷങ്ങൾ കൊണ്ടാണ്. ഒരു സമൂഹത്തെ മുഴുവനായിട്ട് പരിശുദ്ധ ഖുർആൻ സമുദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് ഹിക്മത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അറബികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു കള്ളെന്ന് പറയുന്നത്. 3 Wകൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ആൾക്കാരാണ് അറബികൾ എന്ന് പൊതുവെ പറയാറുണ്ട്. വാർ അവർക്ക് വേണം, വൈൻ അവർക്ക് വേണം, വുമൺ അവർക്ക് വേണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച ആൾക്കാരാണ്. പക്ഷേ ഈ 3 കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്നും പാടെ ഉപേക്ഷിക്കാൻ പരിശുദ്ധ ഖുർആൻ അവരെ പ്രാപ്തരാക്കി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ കള്ള് ഹറാമാക്കിയതിനെ കുറിച്ചുള്ള ആ ഒരു രംഗം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ഘട്ടം ഘട്ടമായിട്ടാണ്. കാരണം ഒറ്റയടിക്ക് ആ കള്ള് നിഷേധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അറബികൾ അത് സ്വീകരിക്കണമെന്നില്ല. ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് മദ്യപാനിയെയോ അതല്ലെങ്കിൽ പുകവലിക്കാരനെയോ ഇതൊന്നും നിർത്തണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവരെ ഒറ്റയടിക്ക് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പതിയെ പതിയെ മെല്ലെ മെല്ലെ ആ ഒരു തെറ്റ്, തിന്മ തടയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പരിശുദ്ധ ഖുർആനും അപ്രകാരമായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് ചേർന്നിരുന്ന, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്ന കള്ള് നിരോധിച്ചത് അപ്രകാരമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പൊതുവെ 3 ഘട്ടത്തിലാണ് കള്ള് നിരോധിച്ചത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. പരിശുദ്ധ ഖുർആനിൽ കള്ളിനെ കുറിച്ച് സഹാബാക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങി, നബിയെ, കള്ളിനെ കുറിച്ച് ഇസ്ലാമിന്റെ അഭിപ്രായം എന്താണ്? കള്ള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് കള്ളെന്താണ്, കള്ളിനെ കുറിച്ചുള്ള തീരുമാനം എന്താണ് എന്ന് ചോദിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. കള്ള് നിങ്ങൾക്ക് അത്യാവശ്യം നന്മകളൊക്കെ നൽകുന്നുണ്ടാകും, നിങ്ങൾക്കൊരു സുഖം നൽകുന്നുണ്ടാകും, നിങ്ങൾ
അത് ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. പക്ഷേ ആ കള്ളിനുള്ള ഉപകാരം ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ ഉപദ്രവമാണ് അതിലൂടെ ഉണ്ടാവുന്നത്. കള്ള് ഉപകാരവും ഉപദ്രവവും നൽകുന്നുണ്ട്, പക്ഷേ ഉപദ്രവമാണ് കുറച്ച് കൂടുതലെന്ന് അവരോട് പരിശുദ്ധ ഖുർആൻ ആദ്യം ഉണർത്തി. നിങ്ങൾ കള്ള് കുടിക്കരുത്, പൂർണ്ണമായിട്ട് അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, കുടിച്ചോ, പക്ഷെ കൂടുതൽ കുടിക്കരുത്. സഹാബാക്കള് കള്ളുകുടി നിയന്ത്രിച്ചു. രണ്ടാമതും വീണ്ടും അവർ ചോദിച്ചു. ആ സമയത്ത് വീണ്ടും പരിശുദ്ധ ഖുർആൻ അല്ലാഹു ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സലാത വഅൻതും സുകാറ. നിങ്ങൾ കള്ളു കുടിച്ചോ, പക്ഷെ നിസ്കാരത്തിന് മുമ്പോ ശേഷവോ ആവരുത്. നിസ്കാരത്തിന് വരുന്ന സമയത്ത് നിങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി പാടില്ല. കാരണം പടച്ചോന്റെ മുന്നിൽ നിൽക്കുന്നതല്ലേ, പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടു കൂടി കാലിയായിട്ടുള്ള ആ ഒരു മനസ്സോടു കൂടി ആയിരിക്കണം നിങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് നിസ്കാര സമയത്ത് നിങ്ങൾ കള്ളു കുടിക്കരുത്. വീണ്ടും സഹാബാക്കൾ കള്ളുകുടി നിർത്തി. പിന്നീടാണ് മൂന്നാമതാണ് പരിശുദ്ധ ഖുർആൻ കള്ളു പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. ആ സമയത്തേക്ക് അള്ളാഹു എന്താണ് എന്ന് തിരിച്ചറിയാനും ഈ കള്ള് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനും സഹാബാക്കൾക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾക്ക് അത് ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. കള്ള് ഒഴിവാക്കുന്ന സമയത്തുള്ള രംഗങ്ങളൊക്കെ നമ്മൾ മുമ്പും സൂചിപ്പിച്ചതാണ്. വായിലേക്ക് ഒരു കപ്പ് ഇങ്ങനെ എടുത്തു വെച്ച സമയത്താണ് ആയത്ത് കേൾക്കുന്നത്. ആ കപ്പ് പൂർത്തിയാക്കാതെ അതൊഴിച്ചു കളഞ്ഞ സഹാബാക്കളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഹിക്മത്തോടു കൂടി ശബ്ദം ഉയർത്തേണ്ട സമയത്ത് ശബ്ദം ഉയർത്തിയും, ശബ്ദം താഴ്ത്തേണ്ട സമയത്ത് ശബ്ദം താഴ്ത്തുകയും, ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിച്ചും ആൾക്കാരെ ഉപദേശിക്കാൻ, തെറ്റിൽ നിന്നും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഹിക്മത്ത് നമ്മൾ അറിയണം. അള്ളാഹുവിനോട് ആ ഹിക്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൽ മൗഇദത്തിൽ ഹസന. സതുപദേശത്തോടു കൂടി നമ്മൾ ആൾക്കാരെ ദീനിലേക്ക് ക്ഷണിക്കണം. ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മൗഇദത്തുൽ ഹസനയിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് മുവാഫഖത്തുൽ അമലി ലിൽ ഖൗലി. നമ്മൾ പറയുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും യോജിച്ചു വരണം. നമ്മുടെ വാക്കൊന്നും പ്രവർത്തനം മറ്റൊന്നുമാകാൻ പാടില്ല. രണ്ടാമത്തേത് ഹുസ്നുൽ ഖുൽഖ്. നമ്മുടെ സൽസ്വഭാവത്തിന്റെ ഉടമയായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. മുവാഫഖത്തുൽ അമലി ലിൽ ഖൗലി. നമ്മുടെ വാക്കുകൾക്കനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ദഅവത്ത് പ്രതിഫലിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്, ഖുർആനിന്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നുണ്ട്. അത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു തെറ്റും കൂടിയാണ്. തങ്ങളുടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് ഉണർത്തുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ ഖബറ മഖ്തന ഇൻദല്ലാഹി അൻ തഖൂല മാ ലാ തഫഅലൂൻ അൻ തഖൂലു മാ ലാ തഫഅലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ തെറ്റായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു കാര്യം അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. നിങ്ങൾ ചെയ്യാത്തത് എന്താണ്? എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ നിങ്ങൾ ആ വിഷയത്തിൽ ഉപദേശിക്കുന്നുണ്ട്. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി. ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് നിങ്ങൾ പറയുന്നു, എന്നാലോ വതൻസൗന അൻഫുസകും, നിങ്ങൾ ആ വിഷയത്തിൽ വളരെ പിറകിലാണ്. തത്ലൂനൽ കിതാബ്, പരിശുദ്ധ ഖുർആനിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, എന്നിട്ടും അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ഞാൻ നന്നാവൂല, പക്ഷേ മറ്റുള്ളവരെ നന്നാകണം. കുടുംബജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു വിഷയമാണ്. ഭാര്യ എന്നോട് നല്ല രീതിയിൽ പെരുമാറണം, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം, പക്ഷേ എന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ അത് ഞാൻ ചെയ്യും. മക്കൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറണം, പക്ഷേ മക്കൾക്ക് ആ സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കസേരയിൽ ചാരിയിരുന്നു കൊണ്ട്, സോഫയിൽ ചാരിയിരുന്നു കൊണ്ട് ഫോണും നോക്കിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മക്കളോട് പള്ളിയിൽ പോകാൻ വേണ്ടി പറയാ, നമ്മൾ പള്ളിയിൽ പോകാതിരിക്കുക. നിങ്ങൾ മക്കളെ ഉപദേശിക്കുന്നു, ഭാര്യ ഉപദേശിക്കുന്നു, നിങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് വളരെ വലിയ പാതകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ ഒരു മനുഷ്യരെ അവരെ നരകത്തിൽ ഇങ്ങനെ തളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അവരോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾ ഞങ്ങൾക്ക് നന്മ ഉപദേശിച്ചിരുന്ന ആളായിരുന്നല്ലോ, പിന്നെ എന്താണ് നിങ്ങൾ നരകത്തിൽ കിടന്നത്? ആ മനുഷ്യൻ പറയുമെന്നാണ്, ഞാൻ നിങ്ങളോട് നന്മ ഉപദേശിച്ചിരുന്നു, പക്ഷേ അതെന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നന്നാവണം, എന്നിട്ടായിരിക്കണം മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത്. നിർബന്ധമാണ്, ദഅവത്ത് നമുക്ക് നിർബന്ധമാണ്. ആ നിർബന്ധ ബാധ്യതയുടെ ഭാഗമായി കൊണ്ട് സ്വന്തത്തെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
സാധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവരോട് ഉപദേശിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായിട്ടുള്ള പാതകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ അദ്ദേഹത്തിന്റെ മകനെ ഒരു മദ്രസയിലേക്ക് അയക്കുകയാണ്, ഒരു അധ്യാപകന്റെ കീഴിൽ അയക്കുകയാണ്. ആ സമയത്ത് ആ അധ്യാപകനോട് നടത്തുന്ന ചില ഉപദേശങ്ങളുണ്ട്. ലിയകുൻ ഇസ്ലാഹുക ബുനയ്യ ഇസ്ലാഹുക ലിനഫ്സിക. നീ എന്റെ മകനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അടുക്കലേക്ക് അയച്ചിട്ടുള്ളത്. അതിന്റെ പ്രഥമ പടിയെന്നോണം, ആദ്യ പാഠം എന്നോണം ഇസ്ലാഹുക ലിനഫ്സിക, നിന്റെ നഫ്സിനെ, നിന്റെ ജീവിതത്തെ നീ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഫഇന്ന ഉയൂനഹും മഅഖൂദത്തും ബിക, അവൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാതാപിതാക്കളായ നാം ഓരോരുത്തരും, പിതാക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു വാക്യമാണിത്. ഫഇന്ന ഉയൂനഹും മഅഖൂദത്തും ബിക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫൽഹസനു ഇൻദഹും മാ ഫഅൽത വൽ ഖബീഹു ഇൻദഹും മാ തറക്ത. നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ലത്, നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ മോശമായിട്ട് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും എന്റെ ഉപ്പ അത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നല്ല കാര്യമാണ് എന്നാണ് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുന്നില്ല എങ്കിൽ അത് എന്റെ ഉപ്പ ചെയ്യാത്തതാണ്, അപ്പൊ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കളുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് നിങ്ങളാണ്. മാതാവായ, പിതാവായ, സഹോദരങ്ങളായ നാം ഓരോരുത്തരുമാണ്. എന്റെ ഇക്കാക്ക ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇത്താത്ത ചെയ്യുന്നില്ല, എന്റെ ഉപ്പ ചെയ്യുന്നില്ല, എന്റെ ഉമ്മ ചെയ്യുന്നില്ല എന്നാണ് മക്കൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ ജീവിതം അങ്ങനെയാണ്. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നന്നായിട്ട് വളരും. നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം പറഞ്ഞു കൊടുക്കാനല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നന്നാവും. അല്ലാത്ത കാലത്തോളം നമ്മുടെ മക്കളുടെ ഇസ്ലാഹിന് വേണ്ടിയിട്ട് എന്റെ മകൻ മോശമായി എന്ന് പരിതപിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ, നമ്മുടെ കുടുംബജീവിതം നന്നാകണമെങ്കിൽ, നമ്മളുടെ വീട്ടിലുള്ള സാഹചര്യം നന്നാവണമെങ്കിൽ അതിന്റെ ആദ്യത്തെ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് നന്മ ഉപദേശിച്ചിട്ട് നിങ്ങൾ നന്നാവാത്ത ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ്. രണ്ടാമതായി വൽ മൗഇദത്തുൽ ഹസന, ഹുസ്നുൽ ഖുൽഖാണ്, സതുപദേശം, നല്ലൊരു ജീവിതം. നമ്മുടെ ദഅവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതമായിരിക്കണം മറ്റുള്ളവർക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നല്ല രീതിയിലായിരിക്കണം മറ്റുള്ളവരോട് നിങ്ങൾ ദഅവത്ത് നടത്തേണ്ടത്. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഒരുപക്ഷേ നിങ്ങൾക്ക് അവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് മോശമായിട്ടുള്ള വാക്കുകളായിരിക്കാം, നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കാം. പക്ഷേ അതേ രീതിയിൽ അതിനോട് പ്രതികരിക്കാതെ വളരെ മാന്യമായി കൊണ്ട് നല്ല സ്വഭാവത്തോടുകൂടി അതിനോട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വലിയ മാതൃകയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് തങ്ങളോട് പറയാണ്, നബിയെ എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് സിനാ ചെയ്യണം. ആലോചിച്ച് നോക്കുക, ഒരു നേതാവാണ്, ആ നേതാവിന്റെ ചുറ്റും ആൾക്കാർ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ് എനിക്ക് വ്യഭിചരിക്കണം, എനിക്ക് സിനാ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ വീട്ടിലാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലാണ് അങ്ങനെ ഒരു കേസ് വരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറയും? ആ സമയത്തുള്ള നമ്മുടെ പ്രതികരണം എന്തൊക്കെയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ ചേർത്ത് വിളിച്ചു എന്നാണ്. നബി തങ്ങൾ അടുത്തു വാ മോനെ, എന്താണ് ഇതിന്റെ ആവശ്യം? എനിക്ക് വ്യഭിചരിക്കണം നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ ഉമ്മയെ, നിന്റെ പെറ്റുമ്മയെ അങ്ങനെ ഒരാൾ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാകുമോ? അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലും ഞാനത് ഇഷ്ടപ്പെടില്ല. നിനക്കൊരു മകളുണ്ടായി എന്ന് കരുതുക, ആ മകളോട് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ഒരാൾ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിനക്ക് സഹിക്കോ? നബി എങ്ങനെ സഹിക്കാനാണ്? നിന്റെ സഹോദരിയെ മറ്റൊരാൾ വിഭജിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല നബി, എനിക്ക് ഇഷ്ടപ്പെടില്ല. നിന്റെ ഉമ്മയുടെ സഹോദരിയെ, എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീയെ അങ്ങനെ ഒരാൾ വിഭജിക്കണമെന്ന താല്പര്യവുമായിട്ട് നിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? നബിയെ, എനിക്കത് താങ്ങാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ വ്യഭിചരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ ഒരുപക്ഷെ മറ്റൊരാളുടെ മകളായിരിക്കാം, മറ്റൊരാളുടെ ഉമ്മയായിരിക്കാം, മറ്റൊരാളുടെ സഹോദരി ആയിരിക്കാം, മറ്റൊരാളുടെ കുടുംബക്കാരിയായിരിക്കും. അങ്ങനെ അല്ലാത്ത ഒരാൾ നിനക്ക് വേണമെങ്കിൽ വ്യഭിചരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സ്ത്രീ ഇവിടെ ഇല്ലല്ലോ. നീ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വിഷമിക്കുന്ന, വേദനിക്കുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടാകും. ആ ചെറുപ്പക്കാരൻ കരയാൻ വേണ്ടി തുടങ്ങിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹ്ഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. പടച്ചവനെ, ഈ എന്റെ പ്രിയപ്പെട്ടവന്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ.
അവന്റെ ഹൃദയം നീ ശുദ്ധിയാക്കി കൊടുക്കണമേ, അവന്റെ ലൈംഗിക താല്പര്യങ്ങൾക്കൊക്കെ നീ നിയന്ത്രണം ഉണ്ടാക്കണമേ എന്നുള്ള പ്രാർത്ഥന നൽകിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ, ആ ചെറുപ്പക്കാരനെ തിരിച്ചയച്ചത് എന്ന് ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദഅവത്ത് എങ്ങനെയായിരിക്കണം, അവരോടുള്ള പെരുമാറ്റം എപ്രകാരമായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ടല്ലോ, പല സംഭവങ്ങളുണ്ടല്ലോ, നബി തങ്ങളുടെ ദഅവത്ത് എത്രത്തോളം സുന്ദരമായിരുന്നു, മധുരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നബി തങ്ങളുടെ പള്ളിയിൽ ഒരു ആറാബി എന്ന് പറഞ്ഞാൽ ആരാണ്? കാട്ടറബിയാണ്, കാട്ടിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളൊന്നും അറിയാത്ത മനുഷ്യനാണ്. അയാൾ ഒരിക്കൽ പള്ളിയിൽ വന്ന് മൂത്രയിച്ചു. സഹാബാക്കളൊക്കെയും കൂടി അയാൾ അടിക്കാൻ വേണ്ടി പോയി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് അയാളെ ചേർത്ത് പിടിച്ചു. സഹാബാക്കളോട് പറഞ്ഞു, മൂത്രമൊഴിച്ച ഭാഗം നിങ്ങൾ കഴുകി വൃത്തിയാക്കുക, ഇയാളെ ഞാൻ നോക്കിക്കൊള്ളാം. നബി തങ്ങൾ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആറാബിയോട് പറഞ്ഞു, പള്ളി എന്ന് പറയുന്നത് പടച്ചോനെ ഇബാദത്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് പള്ളിയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പാടില്ല, അതിന് വേറെ സ്ഥലമുണ്ട്, പള്ളി എന്നുള്ളത് ഇബാദത്തിന്റെ സ്ഥലമാണ് എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. നെഞ്ചുപൊട്ടിക്കൊണ്ട് ആ മനുഷ്യൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മർഹംനീ വമുഹമ്മദൻ വലാ തർഹം മഅനാ അഹദ. പടച്ചവനെ, എനിക്കും എന്റെ നബിക്കും മാത്രം നീ റഹ്മത്ത് ചെയ്യണമേ, ബാക്കി ആർക്കും റഹ്മത്ത് കൊടുക്കരുത്. കാരണം എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറിയ ഈ നബി മാത്രമാണ്, എന്നെ അടിക്കാൻ വന്നവർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കരുത് എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ വഴിപിഴക്കുന്നത്. ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ യുവത വഴി തെറ്റുന്നത്. അവരെ നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള പരിഹാസങ്ങളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി നല്ലൊരു സ്വഭാവത്തോടുകൂടി നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ മക്കൾ മടങ്ങി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ, അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. രാത്രി കാലത്ത് കള്ളു കുടിച്ചുകൊണ്ട് ശബ്ദത്തിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അബൂ ഹനീഫ റഹ്മഹുല്ലാ നമസ്കരിക്കുന്ന സമയത്ത് ഇയാളുടെ പാട്ട് വളരെയധികം അരോചകമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നമസ്കാരം തുടങ്ങിയപ്പോൾ പതിവായി കേൾക്കുന്ന കള്ളുകുടിയന്റെ പാട്ട് അദ്ദേഹം കേൾക്കുന്നില്ല. അദ്ദേഹത്തിന് വല്ലാത്ത വേദനയുണ്ടായി. അയൽവാസിയാണ്, നമ്മളാണെങ്കിൽ എന്താ കരുതുക, നാശമതങ്ങ് ഇല്ലാണ്ടായി പോയല്ലോ, അതിന്റെ പുറകെ നമ്മൾ പോകില്ലല്ലോ. അബൂ ഹനീഫ റഹിമഹുല്ലാ പുലർച്ചെയായ സമയത്ത് അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ആരുമില്ല. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇന്നലെ കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ പേരിൽ അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അബൂ ഹനീഫ റഹിമഹുള്ളയാണ്, പണ്ഡിതനാണ്. ആ പണ്ഡിതനെ കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ബഹുമാനിച്ചു. എന്തിനാണ് താങ്കൾ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അയൽവാസിയുണ്ട്, ആ അയൽവാസിയെ നിങ്ങൾ ഇന്നലെ പിടികൂടിയിട്ടുണ്ട്, ദയവ് ചെയ്ത് അയാളെ നിങ്ങൾ വിട്ടയക്കണം. ഇത് കേട്ട ആ കള്ളുടിയൻ പോലും അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ഇതുവരെ അബൂ ഹനീഫ റഹിമഹുള്ളാഹ് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അബൂ ഹനീഫ റഹിമഹുള്ളാഹയുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ആ മനുഷ്യനെ വെറുതെ വിട്ടു. അബൂ ഹനീഫയോട് അദ്ദേഹം ചോദിച്ചു, അല്ല, താങ്കൾ എന്തിനാണ് എനിക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചത്? അബൂ ഹനീഫ റഹിമഹുള്ളാഹ് പറഞ്ഞു, നീ പാട്ട് പാടുന്നത് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ പാട്ട് പലപ്പോഴും ഞാൻ ആസ്വദിക്കാറുണ്ട്, പക്ഷേ നിന്റെ കള്ളുകുടിയെയാണ് ഞാൻ വെറുത്തിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ മനുഷ്യൻ അങ്ങ് ഇല്ലാണ്ടായി എന്നാണ്. പിന്നീട് പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നീട് അദ്ദേഹം കള്ളുകുടിച്ചിട്ടില്ല, കള്ളുകുടിച്ച് അലമ്പുണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത് അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ആ ഒരു ഇടപെടൽ കാരണമാണ്. വലിയ പ്രഭാഷണമൊന്നും നടത്തിയിട്ടില്ല, വലിയ പ്രസംഗമൊന്നും നടത്തിയിട്ടില്ല, ദീർഘമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും അബൂ ഹനീഫ റഹിമഹുള്ള അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തില്ല. ഒരൊറ്റ ചെറിയൊരു ചേർത്തുപിടിക്കലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെറിയൊരു പ്രവർത്തനം നടത്തിയപ്പോൾ ആ പ്രവർത്തനത്തിലൂടെ ഒരു മനുഷ്യനുണ്ടായ മാറ്റമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാഹചര്യത്തിൽ, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായതും ആ സാഹചര്യങ്ങളോട് നബി തങ്ങൾ എപ്രകാരമായിരുന്നു പ്രതികരിച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഹിക്മത്തോടുകൂടി ദഅവത്ത് ചെയ്യാൻ വേണ്ടി കഴിയണം. മൗഇദത്തുൽ ഹസന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്നേഹത്തോടുകൂടി, ഹുസ്നുൽ ഖുൽഖോടുകൂടി മറ്റുള്ളവരെ ക്ഷണിക്കാൻ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്ദേശമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദഅവത്ത് ചെയ്യുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വാക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. മോശമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന്, മോശമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും മുസ്ലിം ഉമ്മത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.